നമുക്ക് പ്രായമാകുമ്പോൾ നമുക്ക് ജീവിതത്തിനൊരു അർത്ഥമില്ലാത്ത പോലെ തോന്നും അല്ലേ? പിന്നെ മക്കളുടെയൊക്കെ വിവാഹം കഴിഞ്ഞ് പിന്നെ ഒന്നും 50 വയസ്സ് കഴിയുമ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയാവും, ജീവിതത്തിനൊരു അർത്ഥശൂന്യത ഫീൽ ചെയ്യും അല്ലേ? അപ്പം നമ്മുടെ മനസ്സ് ഡൈവേർട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഇരിക്കുന്നത്. ആർക്കെങ്കിലും പ്രചോദനമാകുന്നെങ്കിൽ ആകട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എന്താണ് ചെയ്തത്? ഞാൻ ഇപ്പോൾ പഠിക്കാനാണ് പോണത്. 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു കുട്ടിക്കാലത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് എൻ്റെ. കാരണം ഞാൻ ആദ്യം ഇപ്പോൾ ജോലിയെല്ലാം അവസാനിപ്പിച്ച് വന്നതിന് ശേഷം ഞാൻ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം SSLC പാസ്സായി ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യം. അത് കഴിഞ്ഞ് SSLC പാസ്സായി, +2 പാസ്സായി. അത് കഴിഞ്ഞിപ്പോൾ ഞാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ 2ാം വർഷ ചരിത്ര വിദ്യാർത്ഥിയാണ്. ശരിക്കും ഒരു 4-5 വർഷത്തിന് ഇടവേളയ്ക്ക് ശേഷമാണ് കേട്ടോ പഠിക്കുന്നത്. ആദ്യമായിട്ട് പഠിക്കാൻ പോകാൻ തുടങ്ങിയപ്പോൾ എന്തായിരുന്നു തോന്നിയത്? എനിക്ക് ആദ്യമായിട്ട് പഠിക്കാൻ പോയപ്പോൾ മൊത്തത്തിലൊരു ചമ്മലായിരുന്നു. കാര്യം എന്നെക്കാളും പ്രായം കുറഞ്ഞുള്ള ടീച്ചേഴ്സാണ്. പിന്നെ പഴയ ഒരു സങ്കല്പം ഉണ്ടല്ലോ, ഇപ്പോഴും ഈ വടിയെടുത്ത് അടിക്കുന്ന ടീച്ചർമാരുടെ ഒരു മുഖം മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഞാൻ ആദ്യം പഠിച്ച് നിന്ന് പിന്നെ രണ്ടാമത് ഞാൻ അങ്ങ് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടാണ്. അപ്പോൾ 10th പഠിക്കുമ്പോഴായാലും +2 പഠിക്കുമ്പോഴായാലും ഒക്കെ ടീച്ചേഴ്സ് നല്ല കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ ഡിഗ്രിക്കായാലും ടീച്ചേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു തരും. അതുപോലെ തന്നെ +2 ഒക്കെ സാക്ഷരതാ മിഷന്റെ ആയിരുന്നു ചെയ്തിരുന്നത്. സൺഡേ ക്ലാസ്സുകളായിരുന്നു. സാക്ഷരതാ മിഷൻ വളരെ നല്ല രീതിയിലാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത്. നന്നായി പഠിപ്പിച്ചു ടീച്ചർമാരും എല്ലാം. അത് കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി പഠിക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. കോളേജ് നല്ലൊരു, നമ്മൾ തൃശ്ശൂർ കുട്ടനെല്ലൂർ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ സെക്കൻഡ് സാറ്റർഡേയും സൺഡേയിലാണ് ഇപ്പോൾ നേരിട്ടുള്ള ക്ലാസ് നടക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ചില സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൺലൈനിലുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവരെ ഇതിലൊക്കെ ടെലഗ്രാമിലൊക്കെ ഇതിൻ്റെ ക്ലാസ്സിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റും. പഠിക്കാനൊരു ബുദ്ധിമുട്ടില്ല. അവർക്ക് ഗ്രൂപ്പുകളുണ്ട്, സ്റ്റുഡൻസ് ഗ്രൂപ്പുകളുണ്ട്. അവർ ലെസൺസ് ഒക്കെ ഇടും. ഇങ്ങനെ പഠിക്കാൻ പോയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഇവർക്ക് ആർട്സ്, സ്പോർട്സ് ഇങ്ങനെ ഒരു കാര്യങ്ങളും ചെറുപ്പത്തിലേ പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല അന്നത്തെ സാഹചര്യം കൊണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് ആർട്സിൽ, സ്പോർട്സിൽ കഴിവുകളുണ്ടെന്ന് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. അതായത് സാധാരണ കുട്ടികളെ പോലെ തന്നെ കലാപരിപാടികളിൽ, സ്പോർട്സ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ കലാപരിപാടികളും പങ്കെടുക്കാറുണ്ട്. ഇപ്പം തന്നെ കഴിഞ്ഞ വർഷം ഞാൻ സ്പോർട്സിൽ പങ്കെടുത്തിരുന്നു. അതിലിപ്പോൾ ഒരു 400 മീറ്ററിൽ എനിക്ക് ഓട്ടത്തിനകത്ത് ഫസ്റ്റ് പ്രൈസാണ് കിട്ടിയത്. അപ്പോൾ 26 ഇപ്പോൾ മാർച്ച് 22, 23 ഉണ്ടായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിനകത്ത് സ്പോർട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ 400 മീറ്ററിലും എനിക്ക് ഗോൾഡ് മെഡൽ തന്നെയാണ്. അതുപോലെ തന്നെ 800 മീറ്ററിലും ഗോൾഡ് മെഡൽ തന്നെയാണ്. 200 മീറ്ററിൽ എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി. ഇതൊക്കെ അവിടെ നിന്ന് കിട്ടിയ മെഡലുകളാണ്. ഇതൊക്കെ അവിടെ നിന്ന് കിട്ടിയതാണ്. ശരിക്കും സാധാരണ ഈ പ്രായത്തിൽ നമ്മൾ വീട്ടിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ അരി വാങ്ങണം അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കാതെ ഇവർ ചിന്തിക്കേണ്ട എക്സാം അല്ലെങ്കിൽ പഠിപ്പ്, അസൈൻമെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് മൈൻഡ് ഡൈവേർട്ടായി പോകും. ഇപ്പോൾ ഒരു പരിധി വരെ ഇവരൊന്നും അസുഖങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അതായത് ഒരു 50 ദിവസം കഴിഞ്ഞ് നമ്മൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, 24 മണിക്കൂർ അസുഖങ്ങളെ കുറിച്ച് ചിന്തിച്ച് മരുന്നിനെ കുറിച്ചും. അതുകൊണ്ട് തന്നെ ഇവരുടെ മൈൻഡ് ഇങ്ങനെ ആ ഒരു അസുഖങ്ങളുടെ ഇതിലേക്ക് പോകാത്തതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടെ ആരോഗ്യമുണ്ട്, മാനസികാരോഗ്യമുണ്ട്, ശാരീരികാരോഗ്യമുണ്ട്. കാരണം വീട്ടിലെ പ്രശ്നങ്ങളിലേക്കാൾ ഉപരി പഠിക്കുന്ന കാര്യങ്ങളിലാണ് ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾ ഉള്ളതുകൊണ്ട് അവരോട് സംസാരിച്ച് അങ്ങനെ ഒരുപാട് ടൈം പാസ് ഉണ്ട് അല്ലേ ഇതിൽ. ആരോഗ്യപരമായിട്ട് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മരുന്ന് മേടിച്ച് കഴിക്കേണ്ട കാര്യമില്ല. കാരണം ഈ സ്പോർട്സിലൊക്കെ ഐറ്റംസിലൊക്കെ പങ്കെടുക്കുന്നതിൻ്റെ പേരിൽ ഓടാനും ഇതിനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ പേരിൽ പിന്നെ അസുഖങ്ങളൊന്നുമില്ല. ഒരു മരുന്ന് കഴിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. പിന്നെ നമ്മൾക്ക് ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും നല്ലൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഒരു കുട്ടിക്കാലത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ബിഹേവിയർ ഒക്കെ ഒരു കോളേജ് സ്റ്റുഡന്റിനെ പോലെ തന്നെയാണ്. ഇനി അടുത്ത കാര്യം ചെലവിനെ കുറിച്ചൊന്ന് പറയും. പഠിക്കാൻ കുറെ പൈസ സാധാരണക്കാർ ചോദിക്കും ഞങ്ങൾ എങ്ങനെ പഠിക്കണം. നിങ്ങൾ അങ്ങനെയൊന്നും പേടിക്കേണ്ട, സൺഡേ മാത്രമേ ക്ലാസ് ഉള്ളൂ, വളരെ ചെലവ് കുറവാണ്. ഏത് വിഷയം എടുത്താലും നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും. അപ്പോൾ 10ാം ക്ലാസ് പാസ്സാവുന്ന സാക്ഷരമിഷന്റെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +2 പാസ്സായി. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇല്ല ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇതിൽ ഇൻവോൾവ് ആവാം. വീട്ടിലെ കാര്യങ്ങളൊക്കെ മക്കളൊക്കെ നോക്കട്ടെ, നമ്മൾ ഇതിൽ കുറച്ച് ഇൻവോൾവ് ആയിട്ട് വീട്ടിലെ കാര്യങ്ങളും കൂടെ ചെയ്യാനും പറ്റും. അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ചെലവ് എങ്ങനെയാ? അവിടെ വലിയ ചിലവൊന്നും വരുന്നില്ല. ആദ്യം നമ്മളിപ്പോൾ സാധാരണ കോളേജുകളിൽ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ
ഒരുപാട് പൈസ ചിലവൊന്നും വരുന്നില്ല അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു സെമ്മിന് ഇപ്പോൾ കൂടിക്കഴിഞ്ഞാൽ എനിക്ക് വരുന്നത് ആകെ 2800 രൂപ അത്രയാണ് ആകെ വരുന്നുള്ളൂ ഫീസൊക്കെ. അപ്പോൾ അങ്ങനെയായിട്ട് ഇപ്പോൾ പഠിക്കുന്നവർക്ക് സുഖമായിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റാവുന്നൊരു സുഖമാണ്. ഇപ്പോൾ വീട്ടിലിപ്പോൾ ജോലിയുള്ള ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ, പിന്നെ ആൾക്കാർ പ്രൊമോഷന് വേണ്ടിയിട്ട് വരുന്ന പഠിക്കുന്ന ആളുകളുണ്ട്, പിന്നെ എന്നെ പോലെയുള്ള ഈ റിട്ടയർഡൊക്കെ ആയുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് പഠിക്കാൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു മാനസിക സന്തോഷം, ആരോഗ്യപരമായിട്ടും ആൾക്കാർക്കൊരു ഉന്മേഷമൊക്കെ കിട്ടുന്ന ഒരു ശരിയാണ്. ഞാൻ ഇവരുടെ ആർട്സിൽ ഞാൻ പോയിരുന്നു. അപ്പം ഞാൻ ശരിക്കും ഒരു പാരന്റിന്റെ പോലെ കൂടെ പോയി കവിതാ മത്സരത്തിലൊക്കെ പങ്കെടുത്തപ്പോൾ ഞാൻ കവിത പാടുന്നവർക്ക് ടെൻഷൻ അടിച്ചൊരു പാരന്റ് ഇരിക്കണ പോലെ ഇരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അന്തരീക്ഷം കണ്ടപ്പോൾ എനിക്ക് തന്നെ അസൂയ തോന്നി, എനിക്ക് പോയി പഠിച്ചാലോ എന്ന് തോന്നി. എൻ്റെ പഠിപ്പൊക്കെ പൂർത്തിയായതുകൊണ്ട് ഞാൻ പോകാത്തത്. അപ്പം വളരെ എനർജറ്റിക് ആയ എന്തൂസിയാസ്റ്റിക് ആയ അന്തരീക്ഷം, വളരെ സന്തോഷകരമായ ജീവിതം ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ശരിക്കും പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ മലയാളത്തിൽ പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ, അതായത് പഠിക്കുന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഉപദേശങ്ങളൊക്കെ വേണമെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇതുപോലെ സ്പോർട്സ് ഐറ്റംസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിൽ വേറൊരു യൂണിവേഴ്സിറ്റിയിലും ഇല്ല. നമ്മൾക്ക് ഇപ്പോൾ നമ്മളുടെ കഴിവുകൾ നമ്മൾ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളതും, ഇപ്പോൾ ഓട്ടായാലും ചാട്ടായാലും അല്ലെങ്കിൽ കഥയോ കവിതയോ എന്ത് വേണമെങ്കിലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാവുന്ന അത് വേറെ യൂണിവേഴ്സിറ്റിയിൽ ഇല്ല. ഏജ് കാറ്റഗറി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള കാറ്റഗറിയിൽ നമ്മൾക്ക് പങ്കെടുക്കാം. അപ്പൊ അതിലൊക്കെ എല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. നന്ദി പറയണം. പിന്നെ ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങിയാല് ഇങ്ങനെ എനിക്കൊക്കെ പങ്കെടുക്കാൻ പറ്റി. ഇത്രയും പേർക്ക് മെഡലുകളൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞ നിസ്സാര കാര്യങ്ങളല്ലല്ലോ. ഒരു അവസരം ഉണ്ടാക്കിയാണ്, പഠിക്കാനും ഒരു അവസരം ഉണ്ടാക്കി തന്നിട്ട് വളരെ ടീച്ചേഴ്സും എല്ലാവരും മൊത്തത്തിൽ നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അതൊക്കെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മളൊരു പ്രായമായി അല്ലെങ്കിൽ 50 വയസ്സായി 60 വയസ്സായി 70 വയസ്സായി എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയാ, ജീവിതത്തിൽ ടെൻഷൻ അടിച്ച് ആദ്യം പിടിച്ചിരുന്നോണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നമ്മൾ ജീവിച്ച് മരിക്കുക, അല്ലാണ്ട് മരിച്ച് ജീവിക്കരുത്. ജീവിതത്തിൽ ഇപ്പോൾ ഞങ്ങളായാലും ഞങ്ങളുടെ ഒരു വേറെ കാര്യങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രശ്നങ്ങളും ടെൻഷനുകളും എല്ലാം ഉണ്ട്. അതൊരു സൈഡിൽ കൂടെ നടക്കും. അതോടൊപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഒരു മനുഷ്യന്റെ മരണം വരെ തീരില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ വിട്ട് കളയുന്നതായിരിക്കും നല്ലത്. അതൊരു സൈഡിൽ കൂടെ ഇരിക്കട്ടെ, അത് കൂടുതൽ തലയിൽ വെച്ചുകൊണ്ട് നടക്കണ്ട. പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പെട്ടെന്ന് ഓർക്കാണ്, നമ്മൾ മരിക്കാൻ പോകുന്നതിന് ഒരു സെക്കൻഡ് മുന്നേ പോലും ഒരു പ്രശ്നം പരിഹരിച്ചിട്ട് വേണം നമ്മൾക്ക് കുഴിയിൽ ചെന്ന് കിടക്കാനെന്ന്. അപ്പൊ അതാണ് ജീവിതം. അപ്പൊ ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുമ്പോൾ പല പല പ്രശ്നങ്ങളും കുറെ ആളുകളുടെ കൂടെയല്ലേ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയുക, അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായിരിക്കും. അതൊക്കെ ഞങ്ങൾ അനുഭവിച്ചു പോകുന്നുണ്ട്. അതൊരു സൈഡിൽ കൂടെ പോകണം. നമ്മുടെ ജീവിതത്തിൽ മനസ്സിന്റെ സന്തോഷം കണ്ടെത്താനും കൂടെ ശ്രമിക്കണം. അപ്പോൾ എന്താ പറയുക, 50 വയസ്സ് കഴിഞ്ഞ ആളുകൾ, 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ എല്ലാവർക്കും ഒരു പ്രചോദനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ സപ്പോർട്ട് കൊടുക്കേണ്ടതാണെന്ന് അറിയാം. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ആണെങ്കിലും മക്കളായാലും അല്ലെങ്കിൽ എന്താ പറയുക അസൈൻമെന്റ് ഒക്കെ എഴുതുന്ന ഇപ്പൊ എല്ലാവരും സഹായിക്കും. പിന്നെ നെറ്റിൽ നിന്ന് എടുക്കാനായാലും ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മൾക്ക് അറിഞ്ഞോളണമെന്നില്ല. കാരണം നമ്മൾ ഇത്രയൊക്കെ പ്രായമായ സ്ഥിതിക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല. ഈ പഠിക്കാൻ പോയതിനു ശേഷം ഒരു ഗുണമുണ്ടായി, ആളെല്ലാം പഠിച്ചു, ടെക്നോളജി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു, അപ്ഡേറ്റഡ് ആയി എന്ന് പ്രത്യേകം പറയാം. പിന്നെ അസൈൻമെന്റുകളായാലും വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം, അല്ലെ? അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എളുപ്പമായിട്ട് നമുക്ക് പല കാര്യങ്ങളും നമ്മൾക്ക് ഇപ്പൊ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാനും ഇപ്പൊ കുറെ കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരാളുടെ സഹായവും വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എളുപ്പമായിരിക്കും എല്ലാ കാര്യങ്ങളും. സ്റ്റഡി ഗ്രൂപ്പുകളിലുള്ളവര് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അവര് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഗ്രൂപ്പിലിടും. അപ്പൊ അത് മാത്രം മതി നമുക്ക് പഠിച്ചു പോരാൻ പറ്റും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജ് ലൈഫിലേക്ക് ഒരു തിരിച്ചുപോക്ക് മാത്രമല്ല, ഒരു കോളേജ് കുമാരന്റെ മാനസികാവസ്ഥയോട് കൂടിയാണ് ആളിവിടെ ഇരിക്കുന്നത്. അല്ല, ഞാൻ എന്റെ ഒരു കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോയെന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം എന്ന് വെച്ചാൽ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ചെയ്തു വരുന്നത്. ഇല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും വീട്ടില് നമുക്ക് കോടി ഇതുപോലെയൊക്കെ മെഡൽ മേടിക്കാൻ പറ്റുന്ന സന്തോഷമല്ലേ? ഭയങ്കര സന്തോഷമായി. അപ്പൊ ആ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല, അല്ലെ? ജീവിതത്തിലെല്ലാം പൈസ കൊണ്ട് നേടാൻ പറ്റുന്നത്. അപ്പൊ കിട്ടില്ല. അതെ, അപ്പൊ ആള് കുറെ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാട്ടെ എല്ലാ ദിവസവും ഓടാൻ പോകും.
അങ്ങനെയൊക്കെ ചെയ്തിട്ട് കിട്ടിയതാണ്. വേറെ കാര്യം എന്ന് വെച്ചാൽ വീട്ടമ്മമാരായാലും വീട്ടിലെ അച്ഛന്മാരായാലും നിങ്ങൾ ദുഃഖിച്ചൊന്നും ഇരിക്കാതെ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ട് നിങ്ങളുടെ മനസ്സൊന്ന് ഡൈവേർട്ട് ചെയ്ത് സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചു നോക്കാം. ഈ പഠിക്കുന്ന കാര്യം ഞങ്ങളുടെ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതുപോലെ ഓരോ കാര്യങ്ങൾ ഇൻവോൾവ് ആയി ജീവിതം ഒന്ന് ആസ്വദിച്ച് മുന്നോട്ട് പോവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിമിഷം മാത്രമേ നമുക്കുള്ളൂ ലൈഫിൽ. ഈ നിമിഷം എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക അല്ലേ? എന്താ പറയാനുള്ളത്? അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എല്ലാവരും നല്ല സമയം വേസ്റ്റാക്കി കളയാണ്ട് കിട്ടുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. കലാപരമായിട്ടായാലും സ്പോർട്സ് ആയിട്ട് ആർട്സ് ആയാലും എല്ലാ കാര്യങ്ങളിലൊക്കെ പങ്കെടുത്ത് നല്ല ആക്റ്റീവായിട്ട് നടക്കുക. എല്ലാവർക്കും എന്ന് വെച്ചാൽ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനസികമായിട്ടുള്ള ഒരു സന്തോഷം, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ഈ അസുഖങ്ങളുടെ പിന്നാലെ പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാര്യം ഒരു പ്രായം കഴിഞ്ഞ് നമുക്ക് വരാനുള്ളത് വരും. അത് നമുക്ക് ആർക്കും തടയാൻ പറ്റില്ല. നമ്മളായിട്ട് വരുത്തി വെക്കുന്നുണ്ടാവില്ല. ഇതുപോലെ ഇതുവരെ ഞാൻ ഒരു മരുന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിന്റെ ഭാഗം 5 വർഷമല്ലേ പഠിക്കണേ? 5 വർഷത്തോളം അയാള് സ്റ്റുഡന്റ് ആണ്. അതോടൊപ്പം ജോലിക്ക് പോയിരുന്ന ജോലിക്ക് പോകുമ്പോൾ ആള് പാർട്ട് ടൈം ആയിട്ട് പഠിച്ചിരുന്നു. ഇപ്പൊ ജോലി കഴിഞ്ഞു, ഇപ്പൊ ഫുൾ ടൈം പഠിക്കുന്നു. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വെറുതെ കണ്ടുപോകരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായ ഇത് ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവരും ഇതിനു വേണ്ടിയൊക്കെ ഒന്ന് ശ്രമിക്കുക. ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പഠിക്കാൻ പല ആൾക്കാർക്കും പഠിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീണ്ടും ഒന്ന് പഠിക്കുക. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പഠിച്ചു വളരുക. അതാണ് അല്ല നമ്മുടെ ആഗ്രഹം. പഠിക്കൽ മാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് ഡാൻസ് പഠിക്കാൻ ആഗ്രഹം കുറേ, നിങ്ങളുടെ എന്താ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മളൊന്ന് ഇറങ്ങാൻ ശ്രമിക്കും. ഇതിനൊന്നും കുറേ ചിലവൊന്നും ആവശ്യമില്ല. ഇന്നത്തെ കാലഘട്ടത്തിലെല്ലാം വളരെ ചീപ്പറാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയുക, വീഡിയോ കണ്ട് ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, താങ്ക് യു.